എന്നെ കുത്തുവാളടിപ്പിച്ച നീയൊക്കെ അടങ്ങോളടാ. ഞാൻ അറിഞ്ഞത് കണ്ടാമൃഗം കേസ് കൊടുത്തുന്ന തൊലിക്കെട്ടി അതിനാണ് കൂടുതലെന്നാണ് അത് ഇതുവരെ ഉണ്ട്. റെക്കോർഡ് തകർത്തുകൊണ്ട് വേറൊരു തൊലിക്കെട്ടി മേடம் പുറത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു രേഷ്മ പി തങ്കച്ചനെ. കൊച്ചിന് അൽസിമേഴ്സ് ഉണ്ട്. അൽസിമേഴ്സ് രോഗമുള്ള രേഷ്മ പി തങ്കച്ചനോട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് നാണുണ്ടോ എന്നാണ് എന്റെ ഒരു ചോദ്യം. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. ഇങ്ങനെ ഒരു ചാറ്റ് പുറത്തു വന്നിട്ടുണ്ടല്ലോ, ആ ചാറ്റിന്റെ ആധികാരികതയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ചോദ്യം ചോദിച്ചതേ ഓർമ്മയുള്ളൂ. അവതാരകന് ചോദ്യത്തിന്റെ ഉത്തരം ചട്ടയെന്ന് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ രേഷ്മ. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. നിങ്ങൾക്ക് എന്നെ കാണണോ, നിങ്ങൾക്ക് മീറ്റ് ചെയ്യണോ, മീറ്റ് ചെയ്യണോ? നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന മീറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഒരു കോഫി കുടിക്കണം, ഷേക്ക് കുടിക്കണം, ഒരു ഡ്രൈവിന് പോകണം, അല്ലെങ്കിൽ പുറത്ത് നമ്മൾ കറങ്ങാൻ പോകണം. ജസ്റ്റ് മീറ്റ് അപ്പ്. പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ഞാൻ പറയാറുണ്ട് ലൈവില്. എടീ, വേലി ചാടിയ പശു കോലോണ്ട് ചാവുന്നൊരു ചൊല്ലുണ്ട്, നീ ഓർമ്മയിൽ വെച്ചോ. സുധിച്ചേട്ടന്റെ ആത്മാവ് നിങ്ങൾ വെറുതെ വിടത്തില്ല, അത് മനസ്സിലാക്കിക്കൊള്ളൂ. അവയാളുടെ മൂന്നാമത്തെയോ നാലാമത്തെയോ ഭാര്യയായ ഈ സ്ത്രീ വട തിന്നാൻ, ചായ കുടിക്കാൻ, റൈഡ് പോകാൻ, ഷേക്ക് കഴിക്കാൻ, കൂടെ പോകാൻ മാനേജറെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുന്നതിലെ തെറ്റ് നിങ്ങളൊന്ന് പറഞ്ഞതാ, ഞാൻ കേൾക്കട്ടെ. അല്ല പിന്നെ നിങ്ങൾക്ക് ഷൂട്ട് വേണോ, അല്ലെങ്കിൽ പ്രോഗ്രാം വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിനകത്ത് എന്താണ് പ്രശ്നം? ഞാൻ ആ ചാറ്റ് കണ്ടില്ല, എന്റെ ആണെന്ന് പോലും എനിക്ക് ഡൗട്ടാണ്. ഈസി ആയല്ലോ, അപ്പൊ എല്ലാം ഈസി ആയല്ലോ. എനിക്ക് ഓർമ്മ പോലും എന്താ സംഭവിച്ചത്. ആടേക്ക് എന്താണ്? അല്ല, നിങ്ങൾക്ക് എന്നെ കാണണോ, മീറ്റപ്പ് ചെയ്യണോ, ഷാർജ ഷേക്ക് കുടിക്കാമോ? ഷാർജ ഷേക്കാണോ, ബഹ്റൈൻ ഷേക്കാണോ, ദുബായ് ഷേക്കാണോ? ഇമോഷണലായി സംസാരിക്കുന്നതിനിടയിൽ തമാശ പറയരുത്. സെലിബ്രിറ്റി, സ്വയം പ്രഖ്യാപിത സെലിബ്രിറ്റി. ആരാ ഇപ്പൊ സെലിബ്രിറ്റി? എന്താണ് സെലിബ്രിറ്റി? വേണ്ടല്ലേ, നമുക്ക് അതിനകത്ത് ആധികാരികമായിട്ടൊന്നും പറയണ്ട. അത്യാവശ്യം സെലിബ്രിറ്റി ആണെന്ന് സ്വയം വിശ്വസിച്ച് നടന്നോട്ടെ, ഒന്നും കുഴപ്പമില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പക്ഷേ ഇതിന്റെ ആധികാരികത ചോദ്യം ചെയ്യുന്ന ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് കേട്ടല്ലോ. എനിക്കറിയില്ല അതിനെപ്പറ്റി, എനിക്ക് ഓർമ്മ പോലും എന്താ സംഭവം. ഇനിയിപ്പോ ചാറ്റാണോ ഇനി വെച്ച് ചെയ്താണ്, ഞാനത് കണ്ടുമില്ല. ഒന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. തെറ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ നീ തലക്കറിന്ന് ഞരങ്ങുക. ശ്രദ്ധിച്ചു, എന്നോട് ഒരാൾ കണ്ടവർക്ക് പറഞ്ഞു പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അങ്ങനെ ഞാൻ പറയുന്നതാണ് സാധാരണ. ഇത് എനിക്കറിയില്ല എന്താ സംഭവം. ഒരു പ്രൊമോഷൻ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ ഫോർ പ്രൊമോഷൻ. നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഷൂട്ടിന് ആവശ്യമുണ്ട്, പ്രോഗ്രാം ആവശ്യമുണ്ട്, മാനേജറെ കോൺടാക്ട് ചെയ്യുക. വേണ്ട, കണ്ടാത്തോണ്ട. അത് എല്ലാ സെലിബ്രിറ്റിയും പറയുന്നത് തന്നെയാണ്. ചേച്ചിക്കൊന്നും ഓർമ്മയില്ല, അൽഷിമേഴ്സ് രോഗം ബാധിച്ചിരിക്കുകയാണ് ഗൈസ്. ഈ പറയുന്ന ഫേസ്ബുക്കിൽ കൂടെയുള്ള ചാറ്റ് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഏകദേശം AI ഒന്നും ആവശ്യമില്ല, കൃത്യമായ സാധനങ്ങൾ കിട്ടും. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. ഒരു നല്ല രീതിയിൽ പൊതുപ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരു സ്ത്രീ ഇപ്പൊ മാനേജർ പോസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. ശമ്പളം കിട്ടിയപ്പോൾ എന്ത് ചെയ്യും? അല്ലയോ, അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് മാനേജർ. അവരാണ് നിശ്ചയിക്കുക ചേച്ചി എവിടെ പോയി വട തിന്നണം, എവിടെ പോയി ജ്യൂസ് കുടിക്കണം എന്നാണ്. പാല് വെച്ചുള്ള ജ്യൂസാണ് ഇഷ്ടം, അങ്ങനത്തെ ജ്യൂസേ പറ്റുള്ളൂ. മറ്റേ ജ്യൂസ് ആണെങ്കിൽ ഞാൻ പറ്റൂല, ചെക്ക്. സ്വയം നന്നാവില്ല, ബാക്കിയുള്ളവർ നന്നാക്കേമില്ല. നിങ്ങളിങ്ങനെ ഇറച്ചി തിന്നല്ലേ, ഇറച്ചി തിന്നരുത്. ഇറച്ചി ഞങ്ങൾ വിൽക്കും, പക്ഷെ നിങ്ങൾ വാങ്ങിക്കാനോ തിന്നാനോ പാടില്ല. ഞങ്ങൾ ഇറച്ചി വെച്ചാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. നാലും പൊന്നോ വട തിന്നൂടെ, അപ്പവും ബിസ്ക്കറ്റ് തിന്നൂടെ, എന്താ കുഴപ്പം? അതെന്താ സെലിബ്രിറ്റികൾക്ക് അപ്പം തിന്നാൻ പാടില്ല, അപ്പം തിന്നാൻ കൊടുക്കാൻ പാടില്ല, വട തിന്നാൻ പാടില്ല, വട കൊടുക്കാൻ പാടില്ല? അതെന്താ? ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. പിന്നെ ചാറ്റ് ഇട്ടവൻ കാലൊക്കെ കാണിച്ചായിരുന്നു ഇല്ലേ? കാല് കൊള്ളാന്ന് കാണിച്ചായിരുന്നു. കാല് കാണിക്കാനുള്ളൂ, കാല് കാണിച്ചപ്പോൾ എന്താ കുഴപ്പം? കേരളത്തിൽ എത്രയോ വലുതും ചെറുതുമായ നടീനടന്മാർ അവരൊക്കെ ഇങ്ങനെ ചായ കുടിക്കാൻ പോയിരുന്നെങ്കിൽ അവർക്കൊന്നും ഈ ധൈര്യമില്ല. രേണുവിനെ കണ്ടുപിടിക്കണം. നിന്നെ പോലെ വീണെടുത്ത് കിടന്ന് ഉരുളാൻ ഇനി മാത്രം സത്യമാണ്. 100% ഞാൻ യോജിക്കുന്നു. സാധാരണ ഇതുപോലുള്ള ഒരു വിഷയത്തിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ സാധാരണ നടിമാരൊന്നും മിണ്ടാതിരിക്കും. ഇനി കൂടുതലൊന്നും പറയാൻ പോകേണ്ട, നമ്മൾ പിളർന്ന് കയ്യിൽ വരും, വേണ്ട എന്ന് വിചാരിച്ചാൽ അവർ സംയമനം പാലിക്കും. കറക്റ്റ് ആണല്ലേ? പക്ഷെ രേണുവിനെ കണ്ടുപിടിക്കണം. രേണു നമ്മളുടെ മാതൃകാ വിധവയാണ്, അത് മനസ്സിലാക്കുക. ഒരു വിധവ എങ്ങനെയായിരിക്കണം എന്നുള്ളത് തെളിവാണ്. ഇവളൊക്കെ മുഖടച്ചൊന്ന് കൊടുക്കുക വേണ്ടത്. അങ്ങനെ കൊടുക്കാൻ ആളുണ്ടായിരുന്നു, അവൾ ഇങ്ങനെ കിടന്ന് തുള്ളു. വട തിന്നാൻ പോകുന്നതിനും പാല് കുടിക്കാൻ പോകുന്നതിനും എന്താ കുഴപ്പമിരിക്കുന്നത്? പാല് വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ടല്ലേ അവർ വാങ്ങി കുടിക്കുന്നേ, വട വിറ്റിട്ടല്ലേ അവർ വാങ്ങി തിന്നുന്നേ. അതിപ്പോ എന്താ പ്രശ്നം? ഞാൻ പോയിക്കോട്ടെ. നമ്മുടെ കയ്യിൽ വട ഉണ്ടെങ്കിൽ നമ്മളത് കൊടുത്ത് കാശ് വാങ്ങിക്കുന്നതിന് ഇപ്പൊ എന്താ കുഴപ്പം? ഇത് എന്തോന്നാണോ എന്തോ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ മക്കൾക്ക് വല്ല നാണക്കേട് ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സ്വാഭാവികമായില്ലേ? എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? രണയ്ക്കൊപ്പം സിന്ദാബാദ്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.